ഈ മോദിയെ ടാർഗറ്റ് ചെയ്യുന്ന വിദേശ ശക്തികൾക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ സഹായം ലഭിക്കുന്നു, പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് സഹായം ലഭിക്കുന്നു എന്ന തരത്തിലൊക്കെ ചില ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ വരുന്നുണ്ട്. രാഹുലിൻ്റെയും മോദിയുടെയും വിദേശയാത്രകൾ നോക്കണം. രാഹുലിൻ്റെ ഏതെങ്കിലും വിദേശയാത്ര രാഷ്ട്രത്തിന് വേണ്ടിയാണ്. രാജീവ് ഗാന്ധി ട്രസ്റ്റിൽ വന്ന പൈസ ചൈനയിൽ നിന്ന്. ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ബ്രേക്കിംഗ് ഇന്ത്യ ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു ഇതിനു വേണ്ടി കംപ്ലീറ്റ് സ്പോൺസർഷിപ്പ് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. തരൂരിനെ കുറിച്ചും ആക്ഷേപങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ തരൂർ ഒരിക്കലും ഒരു പ്രഭാഷണങ്ങളിൽ ഇന്ത്യ വിരുദ്ധത വരുന്നില്ല. പക്ഷെ രാഹുൽ അങ്ങനെയല്ല. രാഹുൽ പോകുന്നിടത്ത് മുഴുവൻ ഇന്ത്യ വിരുദ്ധതയാണ് പറയുന്നത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ശത്രുക്കൾ ഇന്ത്യയെ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടുന്നു. ഇത് അതിജീവിക്കാൻ എത്രത്തോളം എക്യുപ്ഡ് ആണ് നമ്മുടെ സംവിധാനങ്ങൾ? ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ രണ്ട് രാജ്യങ്ങളോടും ഒരേപോലെ പറയാൻ കഴിവുള്ള, അല്ലെങ്കിൽ അവർ കേൾക്കാൻ സാധ്യതയുള്ള ഏക നേതാവ് ഇന്ന് നരേന്ദ്രമോദിയാണ്. ഈ സർക്കാരിൻ്റെ ഈ ഭരണകാലത്ത് തന്നെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം മാറും. നമസ്കാരം, വെൽക്കം ടു ഇൻ്റർവ്യൂ. ഇന്ന് അതിഥിയായിച്ചിരുന്നു ശ്രീ ജി കെ സുരേഷ് ബാബു. വെൽക്കം സർ. നമസ്കാരം ജി കെ. ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇങ്ങനെ ഒന്ന് സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ കണ്ട ഒരു ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ കണ്ടു. അതായത് ചിലർ അങ്ങനെയാണ്, അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, അവരുടെ സഞ്ചാരം ഒരിക്കലും അവസാനിക്കില്ല, അത് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അതേസമയം ഇവിടെ മറ്റു ചിലരുണ്ട്, അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല. രാഷ്ട്രത്തെ ആര് രക്ഷിക്കും? രക്ഷിക്കേണ്ടവർ രക്ഷിക്കും, അത് നമുക്ക് ഉറപ്പുണ്ട്. ഇത് ശരിക്കും ഒരു സംഘപരിവാർ ലൈനിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആ ഒരു രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് അതിനപ്പുറത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ സംതിങ് സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇതിൽ വ്യക്തമായി എന്താ പറയുക, ലേഖകൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ വിദേശയാത്രകളെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം റീസെൻ്റായിട്ട് റഷ്യയിൽ പോകുന്നു, അത് കഴിഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ ഉക്രൈനിലേക്ക് പോകുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഇൻ്റർനാഷണൽ ലെവലിൽ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്, താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതേക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ശ്രീ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ചില വിദേശയാത്രകളും അതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളൊക്കെ ആയിരിക്കും അദ്ദേഹം ഒരു ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നത്. നമുക്ക് ഇന്ത്യയുടെ ഭാവി, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ യാത്രകളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ അദ്ദേഹത്തിൻ്റെ ഉക്രൈൻ യാത്രയിൽ തന്നെ തുടങ്ങാം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നരേന്ദ്രമോദി നടത്തിയ ഏതെങ്കിലും വിദേശയാത്ര ഭാരതത്തിന് ഗുണമല്ലാതെ ദോഷമുണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നേടാൻ നരേന്ദ്രമോദി ഇതുവരെ വിദേശത്തോ സ്വദേശത്തോ എവിടെയെങ്കിലും പോയിട്ടുണ്ട്? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, അദ്ദേഹം നടത്തിയ യാത്രകളെ തുടർന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് ഇന്ത്യക്ക്, സ്വതന്ത്ര ഭാരതത്തിന് ഇത്രയും കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായ ശബ്ദമായിട്ടിന്ന് ഭാരതത്തിൻ്റെ ശബ്ദം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകൾ മാറുന്നു. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ തുടർന്ന് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ഐക്യരാഷ്ട്രസഭയുടെ വക്താവ് പോലും നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ്. പറയുന്നത്, ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ രണ്ട് രാജ്യങ്ങളോടും ഒരേപോലെ പറയാൻ കഴിവുള്ള, അല്ലെങ്കിൽ അവർ കേൾക്കാൻ സാധ്യതയുള്ള ഏക നേതാവ് ഇന്ന് നരേന്ദ്രമോദിയാണ്. ഇപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഒരിക്കലും ഇന്ത്യയുടെ ശബ്ദം ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, OICക്കകത്ത് OICയിൽ പാകിസ്ഥാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അവർ പാകിസ്ഥാനെ പിടിച്ച് പുറത്തു നിർത്തി, എന്നിട്ട് ഭാരതത്തെ അകത്ത് കയറ്റി. എങ്ങനെ പാകിസ്ഥാന് പുറത്തു പോകേണ്ടി വരികയും ഇന്ത്യക്ക് അകത്ത് കയറാൻ പറ്റിയ സാഹചര്യം ഉണ്ടായത് നരേന്ദ്രമോദിയുടെ നിലപാടാണ്. ഈ വർഷങ്ങളായിട്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിമാരോ രാഷ്ട്രപതിയോ പോകാത്ത നാടുകളിലേക്ക് നരേന്ദ്രമോദി എത്തി. ഇത് മുഴുവൻ വ്യക്തി ബന്ധങ്ങളായിട്ട് ഭാരതത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന നേട്ടങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുക. ഉക്രൈനിലേക്ക് ആദ്യമായിട്ട് സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നാണ്. നേരത്തെ ഒരു പ്രധാനമന്ത്രിമാരും ഉക്രൈനിൽ പോയിട്ടില്ല. കാര്യം റഷ്യ തകർന്നതിന് ശേഷം എനിക്കറിയില്ല, എൻ്റെ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടരുന്നുണ്ട്.
പല രാജ്യങ്ങളും ശ്രമിച്ചു യുദ്ധം അവസാനിപ്പിക്കാനും സമാധാന ചർച്ചകൾക്ക് മീഡിയേറ്ററുടെ റോളിലൊക്കെ പലരും വന്നു, പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. ഇപ്പോൾ നരേന്ദ്രമോദി ആദ്യം റഷ്യയിൽ പോകുന്നു, ലോകരാജ്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ വിമർശിക്കുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളിക്ക് കൈകൊടുക്കുകയാണ് മോദി ചെയ്തതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ആക്ഷേപിക്കുക പോലും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ആഴ്ചകൾക്കുള്ളിൽ അദ്ദേഹം സെലൻസ്കിയെ പോയി കാണുന്നു, സൗഹാർദ്ദം പങ്കിടുന്നു, ചർച്ചകൾ നടക്കുന്നുണ്ട്. ശരിക്കും ഒരു മീഡിയേറ്ററുടെ റോളിലേക്ക് ഇന്ത്യ സ്വയം ഉയരുകയാണോ അതോ ലോക നേതാക്കൾ ഇന്ത്യയെ ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരികയാണോ? രണ്ടും ഉണ്ട്. കാര്യം നരേന്ദ്രമോദിയുടെ വോയിസ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നിലപാട്, നരേന്ദ്രമോദി ആർക്കും വഴങ്ങില്ല എന്നുള്ള ഒരു നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പം വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. ഒരാളിൻ്റെയും ഭീഷണിക്ക് വഴങ്ങില്ല. അമേരിക്കയുടെ അടക്കം. അമേരിക്ക നേരത്തെ ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കാനും വേൾഡ് പോലീസ് അവരാണെന്ന് വരുത്താനുമാണ് ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഡോളറിലാണ് കച്ചവടം നടന്നിരുന്നത്. ആ ഡോളർ എന്ന് പറയുന്ന വിനിമയ ഉപാധി മാറ്റിയിട്ട് നമ്മുടെ സ്വന്തം ഉറുപ്പിക എന്ന് പറയുന്ന രൂപ എന്ന് പറയുന്ന സംഭവം അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിനിമയ ഉപാധിയായിട്ട് നരേന്ദ്രമോദി മാറ്റി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി, ഉപരോധം നിലനിൽക്കുകയായിരുന്നു. ലോകരാഷ്ട്രങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പുല്ലുവില കൽപ്പിച്ചിട്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയത്. ആ എണ്ണയ്ക്ക് ഇന്ത്യൻ റുപ്പിയിൽ പണം കൊടുക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡീലിംഗ്സിന് റഷ്യ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. മാത്രമല്ല ഒരു 40ഓളം രാജ്യങ്ങൾ ഇപ്പം അതിനകത്ത് വഴങ്ങി. ഇനിയൊരു 40 രാജ്യങ്ങളിലൂടെ പുതുതായിട്ട് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് വരുമ്പോൾ ഡോളറിനുള്ള ആൾട്ടർനേറ്റീവ് എന്ന നിലയിലേക്ക് ഇന്ത്യൻ രൂപ മാറുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യമാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത്. അതായത് ഡോളറിനെ തൊട്ട് കളിച്ചാൽ അവർ വെറുതെ ഇരിക്കില്ല. എല്ലാ കാലത്തും ഡോളറിനെ തൊട്ട് കളിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്ര നേതാക്കളെയും പുറത്താക്കാൻ CIAയും അമേരിക്കയും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചില വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഒരു ഭരണ അസ്ഥിരത, ഇപ്പം ബംഗ്ലാദേശിലെ കാര്യം നമ്മൾ കണ്ടു, അഫ്ഗാനിലും പാകിസ്ഥാനിലൊക്കെ ഈ അടുത്തിടെ നടന്ന കാര്യങ്ങൾ, ശ്രീലങ്കയിൽ പോലും നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഞെട്ടൽ ഉളവാക്കുന്ന കാര്യമാണ്. ഇനി അടുത്ത് ഇന്ത്യ ആണോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ശരിക്കും ഇന്ത്യയിൽ അങ്ങനെ ഒരു അട്ടിമറി സാധ്യത താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താ? അല്ല, നമുക്ക് തള്ളാനാവില്ല. കാര്യം ബംഗ്ലാദേശിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭകർക്കുള്ള പണം വന്നത് മുഹമ്മദ് യൂനിസിന്റെ അക്കൗണ്ടിൽ കൂടിയാണെന്ന് ആരോപണമുണ്ട്. അല്ല, അത് അതിന്റെ ഡോക്യുമെന്റ്സ് പുറത്തു വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ. മനസ്സിലായി. പിന്നെ ഈ നോബൽ ഇതാണെങ്കിലും ഫോർഡ് ഫൗണ്ടേഷന്റെ ഇതാണെങ്കിലും സൊറോസിന്റെ ഇടപാടുകളാണെങ്കിലും അവർ കൊടുക്കുന്ന പുരസ്കാരങ്ങൾ മുഴുവൻ ഈ തരത്തിലുള്ള വിഘടനവാദികൾക്കാണ്. ഇപ്പൊ ഇവിടെ അരുന്ധതി റോയ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി മാവോയിസ്റ്റുകളുടെ വക്താവായി നിൽക്കുന്ന അല്ല, ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി പിന്നെ ബ്രേക്കിംഗ് ഇന്ത്യ ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു ഇതിനു വേണ്ടി കംപ്ലീറ്റ് സ്പോൺസർഷിപ്പ് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്, കാനഡയിൽ നിന്നാണ്. അപ്പോൾ ഇത് ഈ ഓഹരി വിപണി, എന്തുകൊണ്ട് ഓഹരി വിപണിയെ ടാർഗറ്റ് ചെയ്യുന്നു? സാമ്പത്തികമായി ഇന്ത്യ വളരാൻ പാടില്ല. സാമ്പത്തികമായിട്ട് ഇന്ത്യ ലോകശക്തിയായിട്ട് മാറുന്നു. ഈ സർക്കാരിൻ്റെ ഈ ഭരണകാലത്ത് തന്നെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം മാറും. ആ ഒരു വളർച്ച പല രാഷ്ട്രങ്ങൾക്കും പ്രശ്നമാണ്. പക്ഷെ ഇത് നമ്മുടെ ഭാരതീയരായ ജനസമൂഹമല്ലേ മനസ്സിലാക്കേണ്ടത്. ആ സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഈ മോദിയെ ടാർഗറ്റ് ചെയ്യുന്ന വിദേശ ശക്തികൾക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ സഹായം ലഭിക്കുന്നു, പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് സഹായം ലഭിക്കുന്നു എന്ന തരത്തിലൊക്കെ ചില ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ വരുന്നുണ്ട്. താങ്കളുടെ ഒരു പക്ഷം അത് ഉണ്ട്. ആ തരത്തിലുള്ള ആക്ഷേപം അതിനകത്ത് സത്യമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം നേരത്തെ പറഞ്ഞ ആ പോസ്റ്റിൽ തന്നെ രാഹുൽ ഗാന്ധി ഇൻഡയറക്ട്ലി ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു. രാഹുലിന്റെയും മോദിയുടെയും വിദേശയാത്രകൾ നോക്കണം. രാഹുലിന്റെ ഏതെങ്കിലും വിദേശയാത്ര രാഷ്ട്രത്തിന് വേണ്ടിയാണ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവാണ്. പണ്ടും പ്രതിപക്ഷ കക്ഷിയിലെ നേതൃത്വത്തിലുള്ള സമയത്ത് അദ്ദേഹം വിദേശ സർവകലാശാലകളിൽ കുറച്ച് സ്ഥലത്ത് അദ്ദേഹം ടോക്ക് നടത്തിയിട്ടുണ്ട്, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും. ഈ 2 സ്ഥലത്തും അദ്ദേഹം രാഷ്ട്രത്തിനെതിരെയാണ്, മോദിക്കെതിരെയല്ല, രാഷ്ട്രത്തിനെതിരെയാണ് അദ്ദേഹം പരാമർശം നടത്തിയത് മുഴുവൻ. അക്കാര്യത്തിലാണ് എനിക്ക് ശശി തരൂരിനുള്ള അപ്രീസിയേഷൻ. അദ്ദേഹം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമൊക്കെ കറക്റ്റ്, പക്ഷേ വിദേശ സർവകലാശാലകളിൽ നടത്തിയ ഒരൊറ്റ പ്രഭാഷണത്തിൽ പോലും രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനോ അല്ലെങ്കിൽ രാജ്യത്തെ ഇകഴ്ത്താനോ ശശി തരൂർ തയ്യാറായിട്ടില്ല. തരൂരിനെ കുറിച്ചും ആക്ഷേപങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. രാഹുലിനെതിരെയുള്ള ആക്ഷേപങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഒക്കെ നമ്മുടെ പൊതുവേദിയിലുണ്ട്. പക്ഷെ തരൂർ ഒരിക്കലും ഇന്ത്യ വിരുദ്ധത, കേംബ്രിഡ്ജിൽ നടത്തിയ ഇതിലാണെങ്കിലും ഒരു പ്രഭാഷണങ്ങളിൽ ഇന്ത്യ വിരുദ്ധത വരുന്നില്ല. പക്ഷെ രാഹുൽ അങ്ങനെയല്ല. രാഹുൽ പോകുന്നിടത്ത് മുഴുവൻ ഇന്ത്യ വിരുദ്ധതയാണ് പറയുന്നത്.
ഇപ്പൊ ഈ രാഹുലിന്റെ ഇപ്പൊ വന്നിട്ടുള്ള ആരോപണം, സലാഹുദ്ദീൻ ചൗധരി എന്ന് പറയുന്ന ആള് ബംഗ്ലാദേശ് ബ്ലിറ്റ്സിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിന് കുടുംബവും ഇത് ഉണ്ട് എന്നുള്ളത് നമ്മളതിന് നിസ്സാരമായിട്ടാണ് കാണുന്നത്. പബ്ലിക് ഡൊമൈനിൽ വന്നു, അത് ചർച്ച വന്നു, അതൊക്കെ ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇവിടെ നേരത്തെ രാഹുൽ ഗാന്ധി ഒരു തവണ കുമരകത്ത് വന്നപ്പോൾ ജുവാനിറ്റ എന്ന് പറയുന്ന കാമുകി കൂടെ ഉണ്ടായിരുന്നു. ജുവാനിറ്റയെ രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചിട്ടില്ല. അവർ ഒരു മുറിയിൽ ഒരുമിച്ചാണ്, കരിമ്പൂച്ചകളുടെ ഇതോടുകൂടിയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പരിവർത്തനവാദി കോൺഗ്രസിന്റെ നേതാവായ MA ജോണാണ് കേസ് കൊടുത്തത്. ഹൈക്കോടതി കൊടുത്തു. കോടതി അതിനകത്ത് ഇടപെട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം, അദ്ദേഹത്തിന്റെ സ്വകാര്യതയാണത്. മോദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രത്തിന് പുറത്തേക്ക് പോകുന്നത് രാഷ്ട്രത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഇദ്ദേഹം പോകുന്നത് അതിന് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ നിലനിൽക്കുന്ന ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ നമ്മൾ എപ്പോഴും ഓരോ ഇന്ത്യക്കാരനും ഭയക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമീപ അയൽ രാജ്യങ്ങളിൽ നടന്ന കാര്യം നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ താങ്കൾ? അല്ല, അതിന്റെ പരിശ്രമമാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ കർഷക ഇതിന് വന്ന നിയമം അത് വേണ്ടത്ര ചർച്ച നടത്തിയില്ല എന്നുള്ള ആക്ഷേപം പറയാം. പക്ഷെ ഈ മണ്ടി നിർത്തിയിട്ട് കർഷകർക്ക് നേരിട്ട് ഈ സംഭവങ്ങൾ വിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, അത് അവരുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കുമായിരുന്നു. എല്ലാ വിദഗ്ധരും അത് പറഞ്ഞതാണ്. പിന്നെ ഈ ലോകബാങ്കിന്റെ പോലും വിദഗ്ധർ പറഞ്ഞു. പിന്നീട് ഇവിടെ വന്ന CAA വിരുദ്ധ സമരം, പൗരത്വ നിയമം, ഇത് വിദേശത്ത് വെച്ചാൽ അന്ന് സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിർദ്ദേശമാണ്. ഈ വിഭജിക്കപ്പെടുന്ന ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭാരതത്തിലേക്ക് വരണമെങ്കിൽ ഭാരതത്തിന് അവർക്ക് അഭയം കൊടുക്കണമെന്നുള്ളത് ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ അടക്കമുള്ള, നെഹ്റു അടക്കമുള്ളവർ പറഞ്ഞതാണ്. എന്നിട്ടും അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടുവന്നില്ലേ? താങ്കൾ ഈ വിഘടനവാദത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിദേശത്ത് നിന്ന് പല ആൾക്കാർ, ഇപ്പോൾ US തന്നെ സെക്രട്ടറി, അതായത് അവിടുത്തെ മന്ത്രി പദവികളിലുള്ള വ്യക്തികൾ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ സ്റ്റാലിനെ വന്ന് കാണുന്നു, രാഹുൽ ഗാന്ധിയെ കാണുന്നു. ഇവരെന്തിനാ ഇവിടുത്തെ സാധാരണ സർക്കാർ വക്താക്കളെ കണ്ടു കഴിഞ്ഞാൽ അതിലൊരു നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു എലമെൻറ്റ് നമുക്ക് മനസ്സിലാക്കാം. പ്രതിപക്ഷ കക്ഷികളെ അല്ലെങ്കിൽ ഇപ്പോൾ OIC പോലെയുള്ള വിഘടനവാദം മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വതന്ത്ര രാജ്യം അല്ലെങ്കിൽ വിഘടന പ്രത്യേക സംസ്ഥാന പദവി, അങ്ങനെയുള്ള അത്തരത്തിലുള്ള വിഘടനവാദത്തിൻ്റെ എലമെൻറ്റ്സ് പുലർത്തുന്ന നേതാക്കന്മാരെ വന്ന് കാണുന്നത്, വിദേശ ശക്തികൾ വന്ന് കാണുന്നത് എത്രത്തോളം ഗൗരവകരമാണ്? ഈ പ്രതിപക്ഷ നേതാക്കളെ കാണുന്നത് എല്ലാ കാലത്തും ഉണ്ട്, അത് കാണുന്നതിൽ തെറ്റുമില്ല. പക്ഷേ ഈ വിഘടനവാദികളെ കാണുന്നു എന്നുള്ളതും അവർക്ക് അവരുടെ ഈ പല വിഘടനവാദ സംഘടനകളുടെയും ഫണ്ടിങ് ഈ തരത്തിലുള്ള രാഷ്ട്രങ്ങളിൽ നിന്നാണ്. സമരങ്ങൾ മുഴുവൻ സ്പോൺസേഡ് ആണ്, വിദേശം. അതെ, വിദേശ സ്പോൺസേഡ് ആണ്. ഇപ്പൊ ഇന്നും ഇവരിപ്പോ ഭാരതത്തിൽ ഇപ്പൊ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ നിങ്ങൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷൻ 2047 എന്ന് പറയുന്ന ഡോക്യുമെന്റ് കാണണം. ഈ ഡോക്യുമെന്റ് ഭാരതത്തെ 2047 ആകുമ്പോഴത്തേക്ക് ഇസ്ലാമികവൽക്കരിക്കാനും 2050 ആകുമ്പോഴത്തേക്ക് സമ്പൂർണ്ണ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുമാണ്. ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗക്കാരെയും പിന്നോക്ക OBC മുസ്ലിങ്ങളോട് കൂട്ടിച്ചേർത്ത് 2047 അധികാരം പിടിക്കുകയും അത് കഴിഞ്ഞ് അവരെ ചവിട്ടിയിട്ട് ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരണമെന്നാണ് അവർ പറയുന്നത്. അവരുടെ തീരുമാനം അതായിരുന്നു, അവർ അതിനുവേണ്ടി വർക്ക് ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടന നിരോധിച്ചു. അതിന്റെ നേതാക്കന്മാർ ഇന്ന് എവിടെയാണെന്ന് പോലും അല്ല, അവരെല്ലാം തിഹാർ ജയിലിൽ സുഖവാസത്തിലാണ്. അതെ. അപ്പോൾ ഇനി ഈ വിഷൻ 2047 ഇനി നടക്കുമോ? അല്ല, വിഷൻ 2047 എന്ന് പറയുന്നത് മാത്രമല്ല, ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുന്നതും ഈ ഭാരതത്തിൻ്റെ ഈ ഇപ്പോഴത്തെ ആ ഒരു സംഭവം മാറ്റുന്നതും ഒരു കാരണവശാലും നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. കാര്യം RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഭാരതത്തെ സംരക്ഷിക്കാനുണ്ടാവും, ഉറപ്പാണ്. RSSന് പൊളിറ്റിക്കലി എത്രത്തോളം ഇടപെടാൻ സാധിക്കും എന്നുള്ളൊരു സംഗതി വരും. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പക്ഷെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തനം ഉള്ള അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന സംഘടന RSS ആണ്. അതായത് ഇപ്പോൾ രാജ്യത്തിനെതിരെയായാലും പ്രധാനമന്ത്രിക്കെതിരെയായാലും എന്ത് പ്രൊപ്പഗണ്ട മുന്നോട്ട് വെച്ചാലും ബഹുഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനങ്ങൾക്കിടയിലേക്ക് RSSകാർ ഇറങ്ങി പ്രവർത്തിക്കും, അവരെ ബോധവാന്മാരാക്കും. അതെ, അടിയന്തരാവസ്ഥ കാലത്ത് ഇത് കണ്ടതാണ്. അടിയന്തരാവസ്ഥയെ ചെറുത്തു തോൽപ്പിച്ചത് RSS ആണ് ഇന്ത്യയിലുടനീളം. ഈ നമ്മുടെ ബംഗ്ലാദേശിലെ തൊട്ടയൽ സംസ്ഥാനമായ ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത നയതന്ത്ര ബന്ധമുണ്ടായിരുന്ന ഒരു രാജ്യമാണ്.
ബംഗ്ലാദേശ് ഉണ്ടായിരുന്ന എന്ന് പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെ അല്ല എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. ഈ ബംഗ്ലാദേശിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പിന്നിലും ഇന്ത്യയിലെ ചില ശക്തികളാണ് ഇവിടെ നിന്ന് എന്തൊക്കെയോ സ്പോൺസർഷിപ്പോ ഫണ്ടിങ്ങോ എന്തൊക്കെയോ നടന്നു എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ഇവിടെയുള്ളവരുടെ താല്പര്യം അല്ലെങ്കിൽ മൗനാനുവാദം അതിന്റെ പിന്നിലുണ്ടെന്നൊക്കെ പറയുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, ജമാഅത്തെ ഇസ്ലാമി ആണ് അവിടെ ഈ ഓപ്പറേഷൻ മുഴുവൻ നടത്തിയത്. ഈ ജമാഅത്തെ ഇസ്ലാമി ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരുമായിരുന്നു. പക്ഷെ ഇത് ഭാരത സർക്കാർ നേരത്തെ തന്നെ വാൺ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരവാദികളായ നേതാക്കന്മാരെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തിരുന്നു ഇവർ. പക്ഷെ അതിന് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പ്രക്ഷോഭം വരുമ്പോൾ ഈ പ്രക്ഷോഭം അടിച്ചമർത്താനുള്ളത് അല്ലല്ലോ, അതിന് പകരം ആ സമരം പാസിഫൈ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. നരേന്ദ്രമോദി സാധാരണ ഒരു തീരുമാനം എടുത്താൽ പോലും അത് പിൻവലിക്കാത്ത ആളാണ്. പക്ഷെ ഇവിടെയും കർഷക സമരത്തെ അടിച്ചമർത്താൻ തന്നെയാണ് നമ്മുടെ അല്ല, കർഷക സമരത്തിൽ പക്ഷെ അദ്ദേഹം അത് വിഡ്രോ ചെയ്തു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഇപ്പം ആൾക്കാർ ആവശ്യപ്പെടുന്നു, കർഷകർ തന്നെ. ഒരുപാട് നാൾ നീണ്ട പോരാട്ടത്തിനും സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ അങ്ങനെ നിവർത്തിയേട് കൊണ്ടായാൽ പോലും എത്തിപ്പെടുകയല്ല. പക്ഷെ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം എടുത്ത ഒരൊറ്റ തീരുമാനവും വിഡ്രോ ചെയ്തിട്ടില്ല, പിന്നോട്ട് പോയിട്ടില്ല. ഇതിൽ മാത്രമാണ് ചെയ്തത്. ഇത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് രാഷ്ട്രത്തിന്റെ താല്പര്യത്തിനെതിരായി ജനങ്ങളെ ആരോ തിരിച്ചുവിടുന്നു എന്നുള്ള തിരിച്ചറിവ് അവിടെ ഉണ്ടായി. ഷെയ്ഖ് ഹസീനയ്ക്ക് അത് ഉണ്ടായില്ല. ഇപ്പോൾ നിലവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശിലെ അസ്ഥിരത കാരണം ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് രാജ്യത്തിന് എത്രത്തോളം ഇവരിവിടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് രാജ്യത്തിന് ഒരു ഭീഷണിയാകുമോ ഇല്ലയോ? താങ്കളുടെ ഒരു പക്ഷം. അല്ല, ഷെയ്ഖ് ഹസീന മാത്രമല്ലല്ലോ, നേരത്തെ തസ്ലീമ നസ്രീൻ വന്നിട്ടുണ്ട്, ദലായ് ലാമ ഇപ്പോഴും ഭാരതത്തിലാണ്. അപ്പോൾ ദലൈലാമയുടെ ചൈന മാത്രമാണ് അദ്ദേഹത്തെ എന്താ പറയുക അദ്ദേഹത്തെ എതിർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് അക്കാര്യത്തിൽ സപ്പോർട്ടായിരുന്നു. അല്ല, പക്ഷെ പിന്നെ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ, പരസ്യമായിട്ട് ഇവരാരും ഇല്ലല്ലോ, പരസ്യമായിട്ട് ആരും പറയുന്നില്ല. എല്ലാവരും ഇവർക്ക് എതിര് തന്നെയാണ്. അല്ലെങ്കിൽ ഇതൊരു ബംഗ്ലാദേശിൽ നടന്ന ഒരു US സ്പോൺസേഡ് കലാപമാണെന്ന് പോലും പറയപ്പെടുന്നു. അതെ, US സ്പോൺസേഡ് ആണ്. അവരാവശ്യപ്പെട്ട ഒരു ദ്വീപ് കൊടുക്കാത്തതാണ് പ്രശ്നം. മറ്റേ സെന്റ് ജോർജ് ദ്വീപ് അവർക്ക് ജിയോഗ്രഫിക്കൽ താല്പര്യങ്ങളുണ്ട്. അതെ, അതാവുമ്പോൾ അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് അത്. അവിടെ ഒരു പട്ടാളത്താവളം ഉണ്ടാക്കാനെങ്കിലും കൊടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. വളരെ ചെറിയ ഇതാണ്. അവർക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരേ സമയം ഇന്ത്യയും ചൈനയും ടാർഗറ്റ് ചെയ്യാം. പല രാജ്യങ്ങളെയും ഇതുണ്ടായിരുന്നു. പക്ഷെ അതിന് വഴങ്ങാത്തതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഇവർ നിലപാടെടുത്തത്. മുഹമ്മദ് യൂനിസ് അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുമെന്നാണ് അവർ കരുതുന്നത്. പക്ഷേ മുഹമ്മദ് യൂനിസിന് ഇന്നത്തെ സംവിധാനത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പുതിയ ഗവൺമെന്റ് 3 മാസത്തിന് വെച്ച് വരണമെന്നൊക്കെ അവരുടെ ഭരണഘടന പറയുന്നത്. അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, മുഹമ്മദ് യൂനിസ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തേക്കാം കുറച്ചു കാലം കൂടെ. പക്ഷെ എനിക്ക് ഷെയ്ഖ് ഹസീനയുടെ ഒരു തിരിച്ചുവരവ് എഴുതിത്തള്ളാൻ പറ്റില്ല. അതായത് അവർ തിരിച്ച് അധികാരത്തിലേക്ക് വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ശത്രുക്കൾ ഇന്ത്യയെ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടുന്നു. ഇത് അതിജീവിക്കാൻ എത്രത്തോളം എക്യുപ്ഡ് ആണ് നമ്മുടെ സംവിധാനങ്ങൾ? അല്ല, നമ്മൾ ഇപ്പോൾ ഇത്രയും കാലം പല കാര്യങ്ങളിലും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സർക്കാരിൻ്റെ പിടിപ്പുകേടുകളാണ് ഇത്രയും കൂടുതൽ ക്രൈസിസ് കൊണ്ടുവന്നത്. ഏത് കാര്യത്തിലാണെങ്കിലും ഇന്ന് ജനങ്ങളെ ഇറക്കി വിട്ട് പ്രശ്നം ഉണ്ടാക്കാമെന്നുള്ളൊരു സംവിധാനം വരുന്നു. പിന്നെ നമ്മൾ ആലോചിക്കണം, 22% ആണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്രയാ ഉള്ളത്? ഇപ്പം വെറും 7% കുറഞ്ഞു. പാകിസ്ഥാനിൽ ഏതാണ്ട് ഇത്രയും പെർസെൻറ്റിനടുത്തുണ്ടായിരുന്നു. അതിന്ന് 2% കുറഞ്ഞു. 1.5-2% ഉള്ളൂ. അതേസമയം ഭാരതത്തിലും 3 കോടി മുസ്ലിങ്ങളാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ആകെ 10 കോടി ഉണ്ടായിരുന്നതാണ് ഈ പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും ഡിവൈഡ് ചെയ്തു. ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റി ഫ്ലറിഷ് ചെയ്യുകയാണ്. അവർക്ക് ഒരിക്കലും ഒരു പീഡനം എന്ന് പറയുന്ന സംഭവം ഈ പോപ്പുലർ ഫ്രണ്ടുകാരും തീവ്രവാദികളും മാത്രമേ പറയുന്നുള്ളൂ. ഈ യാഥാർത്ഥ്യബോധമുള്ള സത്യസന്ധരായ നല്ല മുസ്ലിങ്ങൾക്ക് ആർക്കും ഭാരതത്തിൽ പ്രശ്നമില്ല, അനുഭവിക്കുന്നില്ല. ഇപ്പൊ ഡോക്ടർ അബ്ദുൽ സലാം ആയാലും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറത്ത് AP മുഹമ്മദ് ആയാലും, KN ഖാദർ പോലും, MN കാരശ്ശേരിക്കും ഇല്ല. അവർക്കാർക്കും ഇല്ലാത്ത രക്ഷിതത്വം പോപ്പുലർ ഫ്രണ്ടുകാരന് മാത്രമേ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മനസ്സിലായി. ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്ലാം ഭരണമില്ലാത്ത എല്ലാ രാഷ്ട്രവും
അവർക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഈ തീവ്രവാദികളുടെ നിലപാട്. ഈ അന്താരാഷ്ട്ര തലത്തിൽ എപ്പോഴും ഇന്ത്യക്ക് ഒരു കരുത്തെന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു അതിശക്തമായ ഒരു പിന്തുണ തന്നെയായിരുന്നു എല്ലാ കാര്യത്തിലും. അതെ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അമേരിക്ക ഇന്ത്യയും തമ്മിൽ അത്ര രസത്തിലല്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് അവർ തന്നെയാണ് ഈ ഭാരത സർക്കാരിനെ അല്ലെങ്കിൽ നരേന്ദ്രമോദി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വാർത്തകളാണ് നമുക്ക് വരുന്നത്. റഷ്യയിൽ നിന്ന് അങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടിയതായിട്ടൊക്കെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഈ അമേരിക്കയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് എത്ര നാൾ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? നരേന്ദ്രമോദി അതിൽ എത്രത്തോളം കേപ്പബിൾ ആണ്? താങ്കളുടെ ഒരു വിലയിരുത്തൽ. എനിക്ക് തോന്നുന്നത് ഈ ഡോളറിന്റെ ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അലോസരമായത്. എന്നുവെച്ചാൽ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടായി. പിന്നെ അമേരിക്ക പറഞ്ഞതെല്ലാം അതേപടി കേൾക്കുന്ന അല്ലെങ്കിൽ അതേപടി അനുസരിക്കുന്ന ഭരണാധിപന്മാരാണ് ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ അമേരിക്ക ആയാലും റഷ്യ ആയാലും ആരായാലും ഭാരതത്തിൻ്റെതായ താല്പര്യത്തിനനുസരിച്ചുള്ള നിലപാടുകൾ മാത്രമേ നരേന്ദ്രമോദി എടുക്കൂ. അല്ലാതെ നരേന്ദ്രമോദി ആർക്കും വഴങ്ങാൻ പോകില്ല. ഇനി നരേന്ദ്രമോദി വഴങ്ങിയാൽ അത് നരേന്ദ്രമോദിയെയും കൂടി അതെ, നരേന്ദ്രമോദി ഇപ്പോഴും RSS പ്രചാരകൻ തന്നെയാണ്. ഭാരതത്തിൻ്റെ സ്വാശ്രയത്വവും സ്വാതന്ത്ര്യവും അതിൻ്റെ ഈ അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ അപ്രമാദിത്വം അത് കീഴടക്കുന്ന അല്ലെങ്കിൽ അത് അടിയറ വെക്കുന്ന ഒന്നിനും പെർമിഷൻ ഉണ്ടാവും. ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നത് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാലങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പം അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപ് അധികാരത്തിൽ സമയത്ത് ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധത്തിലായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നു, ഹൗദി മോദി പരിപാടിയൊക്കെ US സംഘടിപ്പിക്കുകയുണ്ടായി. ഭയങ്കര സ്വീകാര്യതയാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഡെമോക്രാറ്റുകളിലേക്ക് ഭരണം പോയ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു അസ്വാരസ്യങ്ങളുടെ ഒരു തുടക്കം. ഇപ്പോൾ ഈ വർഷം 2024 US വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ട്രംപിന് സാധ്യതകളുണ്ടെന്ന് പ്രവചനങ്ങളൊക്കെ വരുന്നത്. ദർ ഇസ് എ ചാൻസ്, അത്രയേ ഉള്ളൂ. ഒരു പക്ഷേ ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാം ബാക്ക് ടു നോർമൽ ആകും. നമ്മുടെ രാജ്യം ഏറ്റവും എന്താ പറയുക പഴയ പോലെ ആ ഒരു സേഫസ്റ്റ് ലെവലിലേക്ക് പോകും എന്ന് തോന്നുന്നത്. ട്രംപ് കുറച്ചുകൂടെ നമ്മുടെ കാര്യങ്ങളിൽ വിശേഷിച്ചും ഭീകരതയ്ക്കെതിരായ പോരാട്ടം, പിന്നീട് ഈ തീവ്രവാദം അല്ലെ ഭീകരവാദത്തിൻ്റെ സ്പ്രെഡിങ്, അതിനെതിരെയുള്ള പല കാര്യങ്ങളിലും ട്രംപ് ബെറ്റർ ആയിരുന്നു. ഇത് മാത്രമല്ല, ഇവിടെ ഇപ്പം ഈ അമേരിക്കയുടെ പല കാര്യങ്ങളിലും നമ്മൾ ഒരു ഉഭയകക്ഷി സ്വീകാര്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ നിലപാട് തന്നെ അമേരിക്ക ഈവൻ ഇസ്രയേലിനോടുള്ള നിലപാടിൽ പോലും കുറച്ചൊരു അയവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള അല്ലെങ്കിൽ വികലമായ കാഴ്ചപ്പാടെന്നോ അല്ലെങ്കിൽ അവർ ലോകത്തെ മുഴുവൻ ലോക പോലീസാകാനുള്ള ഒരു ശ്രമം. പക്ഷെ അതിന് നമ്മളിവിടെ തിരിച്ചിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പം നമ്മൾ ചൈനയായിട്ട് അടുത്ത് കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ അലോസരമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം നരേന്ദ്രമോദി താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ആരുമായും വഴങ്ങില്ല, സമരസപ്പെടില്ല, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് നിൽക്കില്ല എന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികം അവരെന്താ ചിന്തിക്കുക? നമുക്ക് ഒത്തു നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ട്യൂണിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു നേതൃത്വം വരാൻ അവർ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു അധികാര തുടർച്ച ഉണ്ടാകാതിരിക്കാൻ സാധ്യമായതെന്തും അമേരിക്ക ചെയ്യും. അത് ഇത്തവണ ഇവർ ചെയ്തിരുന്നല്ലോ. ചീറ്റിപ്പോയി. രാഹുൽ ഗാന്ധിയെയും മുന്നോട്ട് വെച്ചതും പല പ്രതിപക്ഷ നേതാക്കളെയും സംഘടിപ്പിച്ചതിൻ്റെയും പിന്നിൽ വിദേശ രാജ്യങ്ങളുടെ ശക്തികൾ തന്നെ. അമേരിക്കൻ സെക്രട്ടറിക്ക് നേരിട്ട് വന്ന് ചെന്നൈയിലേക്ക് പറന്നിറങ്ങുന്നു, MK സ്റ്റാലിന് നേരിട്ട് പോയി കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് മാനങ്ങൾ പലതല്ലേ. കാരണം മാത്രമല്ല ചൈനയുടെ നിന്ന് വന്ന ഫണ്ട് രാജീവ് ഗാന്ധി ട്രസ്റ്റിൽ വന്ന പൈസ ചൈനയിൽ നിന്നല്ലേ. അതായത് ഇന്ത്യയെ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി ചൈനയും അമേരിക്കയൊക്കെ ഫണ്ട് അങ്ങ് പൈസ ഇറക്കുകയാണ്. അപ്പം നമ്മൾ ഭയക്കണം. അല്ല, ഭയക്കാൻ നമുക്ക് ഭയം എന്ന് പറയുന്നത് എനിക്ക് 100% കോൺഫിഡൻസാണ് ഇത് ചെറുത്ത് തോൽപ്പിക്കും. കാര്യം എന്ത് വന്നാലും ഇത്തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ തുടർന്നു. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്ന ഒരു പക്ഷേ 400 സീറ്റിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം രാജ്യത്തുടനീളം ഒരു ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു കാലാവധി അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രായമായി വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയൊരു ടേം കൂടെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് അറിയില്ല. സാധ്യത കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ത്യ ആര് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയും ഒരു ഭയത്തിൻ്റെ ഒരു ഇത് വാജ്പേയിക്ക് ശേഷം അഡ്വാനിക്കും പകരം ആരുണ്ട് എന്നുള്ളൊരു ചോദ്യം അന്നും ഉണ്ടായിരുന്നു. അതായത് ആർക്ക് ശേഷവും പ്രളയമില്ല. ആർക്ക് ശേഷവും പ്രളയമില്ല. കാര്യം ഇത് എനിക്ക് 100% കോൺഫിഡൻസ് ആണ്.
RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ കൂടെ വളർന്നു വരുന്ന നിസ്വാർത്ഥരായ രാഷ്ട്രത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. നൂറുകണക്കിന് ആൾക്കാർ. ഇപ്പോൾ നമുക്ക് എത്ര പേര് ഇവിടെ ഇപ്പോൾ ഈ മോദിയെപ്പോലെയോ അല്ലെങ്കിൽ മോദിയേക്കാൾ നന്നായിട്ടോ ചെയ്യാൻ പറ്റുന്ന ഒരാരോപണവും ഇല്ലാത്ത എത്രയോ പേര് ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് ആയാലും ഫട്നവിസ് ആയാലും ശിവരാജ് സിംഗ് ചൗഹാൻ, ഇവരൊക്കെ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കേപ്പബിൾ തന്നെയാണ്. അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ആ രീതിയിലാണ് ആ ട്രെയിൻ ചെയ്ത് വിടുന്നത്. അമിത്ഷാ ഒരു രണ്ടാമതായി വന്നുകൂടെ? അദ്ദേഹം സാധ്യതയുണ്ട്, തള്ളാൻ പറ്റില്ല. അമിത്ഷായുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു ഇത്. പക്ഷെ അല്ലാത്ത രീതിയിൽ നോക്ക്, അദ്ദേഹം ട്രബിൾ ഷൂട്ടർ എന്നുള്ള നിലയിലും രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിലും പൊളിറ്റിക്കൽ മാനിപ്പുലേറ്റർ നിലയിലും അമിത്ഷായെ ബീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കക്ഷി ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിലില്ല. പൊളിറ്റിക്കൽ മാനിപ്പുലേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പം ബംഗ്ലാദേശിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഒരു അട്ടിമറി ഇന്ത്യയെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇപ്പോൾ അടുത്തിടെ എന്താ പറയുക, കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായി ബംഗ്ലാദേശിൽ. അത് ഇവിടെ നിന്നിട്ടുള്ള ഒരു തിരിച്ചുള്ള ഒരു മറുപടിയാണെന്നൊക്കെ ഉള്ള തരത്തിലുള്ള വിലയിരുത്തലൊക്കെ സോഷ്യൽ മീഡിയ പറയുന്നതാണ്. അതിനകത്തൊന്നും അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അത് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന 54 നദികളും ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അപ്പൊ ഇവിടുന്ന് ഒരു ഫ്ലഡ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, വളരെ എളുപ്പം. അവിടുത്തെ 8ഓളം ജില്ലകൾ എന്തോ ഒഴുകിപ്പോയി, ആ ഒരു പ്രശ്നം പറയുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാനോട് പോലും നമ്മളിത് ചെയ്തിട്ടില്ല. ചെയ്യുന്നെങ്കിൽ അവരോടാണ് ആദ്യം ചെയ്യേണ്ടത്. പാകിസ്ഥാനോട് ചെയ്തിട്ടില്ലാത്ത കാര്യം ബംഗ്ലാദേശിനോട് എന്തായാലും ചെയ്യില്ലല്ലോ. പിന്നെ നമ്മള് സോഷ്യൽ മീഡിയയിലെ കയ്യടി കിട്ടാൻ വേണ്ടി പലരും പടച്ചു വിടുന്ന രീതിയിൽ അല്ല. ഒരു രാഷ്ട്രത്തിന്റെ നിലപാടെന്ന് പറയുന്നത് ആരെയും മുക്കിക്കൊല്ലുന്നതല്ല. കാര്യം നാളെ ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. കാര്യം നെഹ്റുവിന്റെ എതിരെ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നമ്മൾ പരിശോധിക്കണം. 97 ബ്ലണ്ടേഴ്സ് ഓഫ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന പുതിയ പുസ്തകം വന്നിട്ടുണ്ട്. അല്ല, ഇത് കളക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഈ തരത്തിലുള്ള ഓരോ സംഭവങ്ങളും പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം നെഹ്റു പറഞ്ഞത് എന്താ? ഭാരതത്തിന് സൈന്യം ആവശ്യമില്ലെന്നാ. സൈന്യമേ വേണ്ട, നല്ലൊരു തീരുമാനം. സൈന്യം വേണ്ട. ഭാരതത്തിന്റെ ഇതെന്ന് പറയുന്നത് ബുദ്ധനാണ് നമ്മുടെ ഇത്, അതുകൊണ്ട് നമുക്ക് സൈന്യം വേണ്ട. പക്ഷെ ചൈന കയറി ആക്രമിക്കുന്ന സമയത്ത് തൊട്ട് മുമ്പ് തന്നെ സർദാർ പട്ടേൽ ബാക്കിയുള്ള മന്ത്രിമാരോട് മുഴുവൻ സംസാരിച്ചിട്ടാണ് ആ തീരുമാനം മാറ്റിയത്. ഇത് ഫോഷ്കാണെന്ന് കത്തയച്ചിട്ടുണ്ട്. ആ കത്ത് പുറത്ത് വന്നിട്ടുണ്ട്. പട്ടേലിനാണ് വകതിരിവുണ്ടായത്. ആ പട്ടേലിന് വകതിരിവുണ്ടായിരുന്നു. മാത്രമല്ല, ചൈനയുടെ 1961 ചൈന ഇന്തോ ചീന ഭായി ആയിരുന്നു. പഞ്ചശീലമാണ് നെഹ്റു പറഞ്ഞത്. അപ്പൊ പട്ടേൽ അതിനു മുമ്പ് പലതവണ പറഞ്ഞിരുന്നു, നമ്മൾ കാണണം ഇവരെ നമുക്ക് അങ്ങനെ ഇത് ഫ്രീ ആയിട്ട് വിടാൻ പറ്റില്ല, നമ്മൾ തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായി. പക്ഷെ ആയുധമില്ലാതെ നമ്മൾ തകർന്നു പോയില്ലേ? VK കൃഷ്ണമേനോൻ പ്രതിരോധ മന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത് ഡിഫൻസ് പ്രൊഡക്ഷന് റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നത് VK കൃഷ്ണമേനോനാണ്. റോളിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ ഈ വർഷം ചെലവാക്കാത്ത പൈസയുടെ അടുത്ത വർഷം വീണ്ടും അത് ചെലവാക്കുന്ന രീതിയിലുള്ള റോളിംഗ് പ്ലാനാണ് ഡിഫൻസ് പ്രൊഡക്ഷൻ കൊണ്ടുവന്നത്. അന്ന് ചൈന ആക്രമിച്ചപ്പോഴാണ് നെഹ്റുവിന് തലയിൽ ബോധം വരുന്നത്. നമ്മുടെ തീരുമാനമൊക്കെ തെറ്റായിരുന്നു. ഇതേപോലെ തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനം. നെഹ്റുവിന് പ്രധാനമന്ത്രി ആകണമെന്നുള്ള അദ്ദേഹത്തിന്റെ വാശിയുടെ പുറത്താണ് ഭാരതം വിഭജിക്കപ്പെട്ടത്. മഹാത്മാഗാന്ധി അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞത് ജിന്ന പ്രധാനമന്ത്രിയാകട്ടെ. ജിന്നയായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ ഏറ്റവും ഗുരുതരമായ അസുഖം ബാധിച്ച് 1 വർഷത്തിനപ്പുറത്തേക്ക് ജിന്ന പോയിട്ടില്ല, ഭാരതം വിഭജിക്കപ്പെടില്ലായിരുന്നു. അപ്പൊ ഈ തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കണം. അപ്പൊ ഇന്ന് ഭാരതം എവിടെ എത്തി നിൽക്കുന്നു? ഡിഫൻസ് പ്രൊഡക്ഷൻ നമ്മൾ സെൽഫ് റിലയന്റ് ആയി. പണ്ട് യുക്രൈനിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെ ഒരുപാട് എല്ലാ രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയിരുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ സ്വിറ്റ്സർലൻഡിന് കൊടുത്തു, അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാണ്. ഇന്ന് ഡിഫൻസ് പ്രൊഡക്ഷൻ നമ്മൾ സെൽഫ് റിലയന്റ് ആയി. ഏറ്റവും അത്യാധുനിക സംവിധാനം വന്നു. ഈ ഷേഖ് ഹസീന വന്ന വിമാനത്തെ ചൈന ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുത്തെ റഫേൽ വിമാനം അകമ്പടി സേവിച്ചത്. ഇന്ന് ചൈനയ്ക്കായാലും ഏത് രാജ്യത്തേക്കായാലും സർഫസ് ടു സർഫസ് മിസൈൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ള സർഫസ് ടു സർഫസ് മിസൈൽ നമ്മുടേതാണ്. രാഷ്ട്രം കുതിക്കുകയാണ്. അതെ, ആ രീതിയിൽ കുതിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു രീതിയിലുള്ള ഭയവും ആശങ്കയും ആവശ്യമില്ല. പക്ഷേ ഈ ഇന്റേണൽ ത്രെട്ട്,
ഈ അകത്ത് പ്രശ്നമുണ്ടാക്കുന്ന തുക്കടെ തുക്കടെ ഇന്ത്യ എന്ന് പറയുന്ന ആൾക്കാരെ നിയന്ത്രിക്കാനും അവരെ ഒതുക്കാനുമുള്ള ആർജവം നമ്മുടെ മുഴുവൻ ആൾക്കാർക്കും ഉണ്ടാവണം. ജനങ്ങൾ ഉണരണം. ഇമാതിരി ആൾക്കാരെ ഇപ്പോൾ ഈ ഇസ്ലാമിലെ ഭീകരവാദികൾക്കെതിരെ ഇസ്ലാമിക സമൂഹം ഇപ്പം നിലപാടെടുത്തു തുടങ്ങിയിട്ടുണ്ട്. അവർക്കെതിരെ പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരിൽ പോയിട്ട് ഇന്ത്യ വിരുദ്ധ ഇത് നടത്തിയ ആൾക്കാരുടെ എനിക്ക് അവൻ്റെ ശവം പോലും കാണണ്ടെന്ന് കാസർഗോഡ് എന്നുള്ള ഒരു ഉമ്മ പറഞ്ഞില്ലേ? ആ ഉമ്മയെ പോലെ ഭാരതത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സെൽഫ് എക്വിപ്ഡ് ആണ്. ഇവിടെ നിന്ന് പുറത്തുനിന്നുള്ളവരെക്കാൾ നമ്മൾ ഭയക്കേണ്ടത് ഇത് ഇവിടെ അകത്ത് നിന്നുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരെയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ നടക്കാത്തൊരു കാര്യമാണ്. അവർ പലവിധ ചർച്ചകൾ നടത്തിയിട്ടും അങ്ങോട്ട് ഫലം കാണാത്തൊരു കാര്യമാണ് ഈ റഷ്യ ഉക്രൈൻ വിഷയം. ഇവിടേക്കാണ് മോദി പോയിരിക്കുന്നത് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട്. ഇവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു എന്താ പറയുക സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം നമ്മുടെ പ്രധാനമന്ത്രിക്ക് കിട്ടും എന്ന തരത്തിലൊക്കെ ചില വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. താങ്കളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും. പ്രതീക്ഷിക്കാൻ സാധിക്കുമില്ല. എൻ്റെ ഒരു പ്രതീക്ഷയാണ്. ഇപ്പോൾ റഷ്യയിൽ ആദ്യം നരേന്ദ്രമോദി പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ വിമർശനം നേരത്തെ പറഞ്ഞ മാതിരി ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളി ആലിംഗനം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അത് മൈൻഡ് ചെയ്തില്ല, മറുപടി പോലും പറഞ്ഞിട്ടില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയപ്പോൾ ഇതേപോലെ വിമർശനം വന്നിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അത് മൈൻഡ് ചെയ്തിട്ടില്ല. നരേന്ദ്രമോദിയുടെ ഒരു സ്റ്റൈൽ അതാണ്. ഇതിപ്പം യുക്രൈനിലേക്ക് പോയി അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് രണ്ടുപേരെയും ഒന്നുകിൽ ഒരുമിച്ചോ അല്ലെങ്കിൽ രണ്ടായിട്ടോ ഒരു ചർച്ചയിലൂടെ ഒരു വെടിനിർത്തൽ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് അന്താരാഷ്ട്ര ഏജൻസികളും അന്താരാഷ്ട്ര വിദഗ്ധർ, നയതന്ത്ര വിദഗ്ധർ ഒക്കെ ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ തന്നെ ഈ ഒരു ഇത് വരുന്നുണ്ട്. മിക്കവാറും ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാൻ നരേന്ദ്രമോദി മധ്യസ്ഥനാവും. ആ ഒരു സാധ്യതയാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. അത് വന്നാൽ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി അതിന് അർഹനാണ്. അങ്ങനെയാണെങ്കിൽ കിട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ അതൊരു ചരിത്രമായിരിക്കും. ഗാന്ധിജിക്ക് കിട്ടാത്ത നോബൽ സമ്മാനം. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ വിമർശകർക്ക് കുറച്ചുകൂടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളായിരിക്കും മോദിക്കെതിരെ ഉപയോഗിക്കുന്നത്. ഗാന്ധിജിക്ക് കിട്ടാത്തത് മോദിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ നോബൽ സമ്മാനത്തിന്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്തുകൊണ്ട് ചിലർ ചിലപ്പോൾ രംഗത്തൊക്കെ വന്നേക്കാം. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമർശനം പേഴ്സിക്യൂട്ട് ചെയ്ത് ഒരാളിനെ ടാർഗറ്റ് ചെയ്ത് പേഴ്സിക്യൂട്ട് ചെയ്യപ്പെട്ട നേതാവ് നരേന്ദ്രമോദിയാണ്. കാര്യം നമ്മൾ ഞാനിത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ ഗുജറാത്തിലെ കലാപത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിക്ടിമൈസ് ചെയ്യപ്പെട്ടത് നരേന്ദ്രമോദിയാണ്. സത്യത്തിൽ അതിൻ്റെ രേഖകൾ SIT അന്നത്തെ പഴയ സീനിയർ മുതിർന്ന IPS ഓഫീസറായിട്ടുള്ള രാഘവൻ്റെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റിയുടെ ഫൈൻഡിങ് നോക്കണം. അവരെ മുഴുവൻ രേഖകളും നരേന്ദ്രമോദി ഈ ഗോദ്ര സംഭവം ഉണ്ടായത് അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ ഭീകരരാണ് സബർമതി എക്സ്പ്രസ്സിൽ തീയിട്ടത്. 59 പേര് മരിച്ചു, കുഞ്ഞുങ്ങളടക്കം. അവരൊക്കെ നന്മമരാണെന്നാണ് ഇപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്നത്. ആ പ്രതികൾക്കെതിരെ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടായി. പക്ഷേ ഹിന്ദു കലാപകാരികൾ തന്നെയാണ്. മുസ്ലിം വീടുകൾ ആക്രമിച്ചിട്ടുണ്ട്, കലാപകാരികളാണ്. അവർക്കെതിരെ വെടിവെപ്പ് നടത്തി എത്ര പേര് വധിച്ചു അന്ന് സൈന്യം അല്ലെ പോലീസ്? അതിവർ മറച്ചു വെക്കുകയാണ്. നരേന്ദ്രമോദിയുടെ മുഖ്യമന്ത്രി നിലയിലുള്ള നരേന്ദ്രമോദിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് പോലീസ് ആക്ഷൻ ഉണ്ടായത്. പോലീസ് ആക്ഷനിൽ മുസ്ലിങ്ങൾ മാത്രമല്ല മരിച്ചത്, ഹിന്ദുക്കളും മരിച്ചിട്ടുണ്ട്. ഈ ഗുജറാത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വിഷയമായിട്ട് തന്നെ നമുക്ക് ഒരു ഡിബേറ്റിന് എടുക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ അഫയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മോദിക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് താങ്കൾ പറയുന്നു. ഇപ്പോൾ മോദിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ കുറേയധികം നാളായി നിൽക്കുന്ന അസ്ഥിരത, യുദ്ധം കൊണ്ടുണ്ടാകുന്ന കരുതികൾ, അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ടതാണ്. യുദ്ധമൊക്കെ അവസാനിക്കട്ടെ, സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി.